അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഈ യാത്ര അത് തുറന്നുകൊണ്ട് കാസർഗോഡ് വെച്ച് മംഗലാപുരത്ത് വെച്ചുകൊണ്ട് അതിനെ അവസാനിപ്പിക്കപ്പെടും. നമുക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിലുള്ളതായ എല്ലാ മഹാന്മാരാവുന്ന സാദാത്തുക്കളും പാണക്കാട് സാദാത്യങ്ങളും ഇവിടെ 10, 26, 25, 30ഓളം പല സാദാത്യങ്ങൾക്കുള്ളതായ അവരെ കുടുംബത്തിൻ്റെ നേതാക്കന്മാരാണ് ഇവിടെയുള്ള പലരും. ഈ കേരളത്തിലുള്ള പല കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇവിടെയുള്ള വലിയ വലിയ കുടുംബങ്ങളാണ് ഇവരൊക്കെ. ബാലവി സാദാത്യങ്ങളിൽപ്പെട്ട അധിക കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അതല്ലാത്ത കുടുംബങ്ങളുണ്ട്. അവരിൽ നിന്നുള്ള പ്രമുഖരൊക്കെ നമ്മളോടൊപ്പം സഹകരിക്കേണ്ട. അപ്പോൾ ഇവിടെ വന്ന് മഹാനാവുന്ന ബഷീർ അലി ശിഹാബ് തങ്ങളാണ് ഇവിടെ എനിക്ക് ഒരു പുതപ്പ് ഒരു സാല് മൂപ്പര അണിയിച്ചത്. മഹാനാവുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ മലപ്പുറത്ത് വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലേൻ്റെ ഒരു ഉപഹാരം, അത് ഒരു ആദരവ് ബഹുമാനപ്പെട്ടവരാണ് എനിക്ക് നൽകിയത്. ഇതുപോലുള്ളൊരു തലപ്പാവ്. അങ്ങനെ കേരളത്തിലുള്ള മഹാന്മാരാവുന്ന എല്ലാ സാദാത്തുക്കളും നമ്മളൊപ്പം കൂടി, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളോടൊപ്പം കൂടി, ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിം പിന്നെ ക്രിസ്ത്യാനികളടക്കമുള്ള എല്ലാ മതവിഭാഗക്കാരും നമ്മൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ഈ നമ്മുടെ ഈ യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരികയും ആ നിലക്ക് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഇതൊരു സംഘടനൻ്റെ സ്വഭാവം. ആ സംഘടന ഒരു മനുഷ്യരെ അല്ലാഹു ആദരിക്കും. ഇതാ അഹബ്ബല്ലാഹു അബ്ദനാദ ജിബ്രീൽ നാം. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കും. എന്നിട്ട് ജിബ്രീലിനോട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാൻ, ജിബ്രീലെ ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫഅഹിബ്ബഹു, നീയും അതിനെ ഇഷ്ടപ്പെടണം. പിന്നെ പറയും, ആകാശലോകത്തുള്ളതായ മുഖദ്ദസ്താവുന്ന അർവാഹകളോട് നീ വിളിച്ചു പറയണം, ഇന്നല്ലാഹ അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബുഹു, നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണം. തുമ്മ യൂദഉ ഖബൂലു ഫിൽ അർദ്, പിന്നെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനിക്ക് ഒരു അംഗീകാരം ഉണ്ടാക്കിക്കൊള്ളും. ഇത് മനുഷ്യനിക്ക് മാത്രമല്ല, ഒരു സംഘടനക്കും അങ്ങനെ തന്നെയാണ്. ആ സംഘടനക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അംഗീകാരം ഉണ്ടാക്കി കൊടുക്കും. ആകാശലോകത്തുള്ള പരിശുദ്ധാത്മാക്കളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയും, ഒരു സംഘടന ഏതാ അള്ളാഹു ഇഷ്ടപ്പെട്ടു. അത് വ്യക്തിയെ പറ്റി പറഞ്ഞതാണെങ്കിൽ വ്യക്തിക്ക് മാത്രം ബാധകമായ അല്ല, അത് സംഘടനകൾക്കും അത് ബാധകം തന്നെയാണ്. അപ്പോൾ മുഖദ്ദസ്താവുന്ന അർവാഹുകളോട് ആത്മാക്കളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ദാ ഇന്ന സംഘടനയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും ഇഷ്ടപ്പെടണം. പിന്നെ ആ സംഘടനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുമ്മ യൂദഉ ഖബൂലു ഫിൽ അർദ്, ആ ഒരു കബൂലിയത്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇവിടുത്തെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാവരും നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടതായ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതത്തിൽപ്പെട്ടവരൊക്കെ നമ്മളോട് വന്നുകൊണ്ടിട്ട് ആശംസകൾ അർപ്പിക്കുകയും സംഘടനയുടെ ആ പവിത്രത, സംഘടനയുടെ ആ പരിശുദ്ധിയെ സംബന്ധിച്ചൊക്കെ അവരെടുത്തു പറയുകയും അങ്ങനത്തെ ഈ സംഘടനയെ എല്ലാ നിലക്കും വളർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അതിനെ പരാജയപ്പെടുത്താനോ അതിനെ വിമർശിക്കാനോ അതിനെ ഏതെങ്കിലും നിലക്ക് എതിർക്കാനോ ഉള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാവരുത് എന്ന് പ്രത്യേകം പ്രഖ്യാപിച്ചുകൊണ്ട് അർഹമുർ-റാഹിമീനായ തമ്പുരാനെ ഈ സംഘടനയെ നീ ഉയർച്ചയിലേക്ക് ഉയർത്തി തരണേ. ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളോട് പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ രോഗികൾക്ക് വേണ്ടി അവരുടെ രോഗത്തിന് വേണ്ടിയൊക്കെ ആരാണോ ഏൽപ്പിച്ചത് അവർക്കും ഞങ്ങൾക്കും ഞങ്ങളോടും അവരോടും ബന്ധപ്പെട്ട എല്ലാ രോഗികൾക്കുള്ള രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാവിധ ഷർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഞങ്ങളെ അവരെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മുസ്ലിങ്ങളുടെ ഇടയിലും മറ്റ് ഉള്ള ഈ പൊതു ഐക്യവും മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഈ പ്രത്യേക ഈ ഐക്യവും ഒക്കെ അർഹമുർ-റാഹിമീനായ തമ്പുരാനെ നീ നിലനിർത്തണേ തമ്പുരാനെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമാവുന്ന സഹായം പലരിൽ നിന്നും ആവശ്യമാണ്. ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പല സഹായങ്ങളും ചിലപ്പോൾ വേണ്ടി വരും. ഇവിടുത്തെ ഭരണകർത്താക്കളുടെ സഹായം വേണ്ടി വരും, പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ സഹായം വേണ്ടി വരും, MLA-മാരുടെ സഹായം വേണ്ടി വരും, MP-മാരുടെ സഹായം വേണ്ടി വരും. അതുകൊണ്ടിട്ട് അവരുടെ സഹായങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടിട്ടാണ് ഇവരൊക്കെ ഇവിടെ ചെടിച്ച്
അവരൊക്കെ ഈ സംഘടനയുടെ ആ സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടതായ എല്ലാവിധ നന്മകളും സഹായങ്ങളൊക്കെ നിങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ളതായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ നിങ്ങളിൽ നിന്നുണ്ടാവണം. അതുകൊണ്ടാണ് ഈ സ്നേഹവും ഈ ഐക്യവും ഇവിടെ നിലനിൽക്കണം. അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും നിങ്ങളൊക്കെ കാര്യമായി ഇടപെട്ടുകൊണ്ട് വേണ്ടതൊക്കെ ചെയ്യണമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമുർ റഹീമീനായ തമ്പുരാനെ ഈ നിലക്കുള്ള പ്രവർത്തനം ഇവിടെ നടത്താനുള്ള തൗഫീക്ക് സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്കും അതിൻ്റെ പ്രവർത്തകർക്കൊക്കെ നൽകണേ തമ്പുരാനെ.